अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन वस्सलातु वस्सलामु अला सय्यिदिना മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ। എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പരിശുദ്ധമായ പരിപാവനമായ പവിത്രതകളേറെ നിറഞ്ഞ പുണ്യമായ റജബ് മാസത്തിൻ്റെ 27-ാം രാവ്, റജബ് മാസത്തിൻ്റെ മിഅ്റാജ് രാവ് അൽഹംദുലില്ലാ നമ്മളിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉള്ളത് റജബ് 27-ൻ്റെ സുന്ദരമായ രാവിലാണ്, മിഅ്റാജ് രാവിലാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ കൂടിയിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഒരുപാട് ബീവിമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. കേരളക്കാരായ ആളുകളുണ്ട്, കർണാടകയിലുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടിലുള്ള ആളുകൾ, ലക്ഷദ്വീപുകാരായ ആളുകൾ, ഗൾഫിലിരുന്ന് അൽഹംദുലില്ലാ നമ്മുടെ സദസ്സ് കാണുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ അള്ളാഹ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്ന രാവാണ്. അള്ളാഹുവേ, നിന്റെ എല്ലാ അജായിബുകളും കണ്ട രാവാൻ. ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങളുടെ ദുആയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം സന്തോഷം ഉണ്ടാവണം. പഞ്ചാര കുന്നിന്മേൽ തേന്മഴ എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ പലപ്പോഴും അത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീതിയാവണം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠമായ രാവുകളിൽ അതിപ്രധാനപ്പെട്ട രാവാണ് റജബ് 27-ൻ്റെ രാവ്, അതായത് മിഅ്റാജ് രാവ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനെ കാണാൻ വേണ്ടി പോയ രാവാൻ. സ്വർഗത്തെ കണ്ട രാവാൻ, നരകത്തെ കണ്ട രാവാൻ. സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മത്തിനെ കടത്തണമെന്ന് നബിതങ്ങൾ ദുആ ചെയ്ത രാവാൻ. നരകത്തിൽ നിന്നും എൻ്റെ ഉമ്മത്തിനെ കാക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് വേണ്ടി ദുആ ചെയ്ത പുണ്യമായ രാവാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ദിക്റുകൾ പറയാനുണ്ട്, തസ്ബീഹാത്തുകൾ പറയാനുണ്ട്. ഒരുപാട് എല്ലാവർക്കും വേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ എത്രയോ ആളുകളാണ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുള്ളത്. തുടങ്ങി കുറച്ച് സമയമായിട്ടുള്ളൂ, പക്ഷേ ദുആ വസിയത്ത് ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ രക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തവും, നമ്മുടെ ഈ കേൾവിയും, നമ്മുടെ ഈ പറച്ചിലും, നമ്മുടെ ദുആയും, നമ്മുടെ ദിക്റും, നമ്മുടെ തസ്ബീഹും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ഇസ്റാ, എന്താണ് മിഅ്റാജ്, ആ യാത്ര എങ്ങനെയായിരുന്നു, അതിലെന്തൊക്കെ സംഭവിച്ചു, എല്ലാം വിശദമായി നമ്മൾ 2-3 ദിവസമായി രാവിലത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം കളയാതെ തന്നെ ഈ പുണ്യമായ മാസത്തിന്റെ മുഴുവൻ നേട്ടങ്ങളും കിട്ടാൻ നമുക്ക് ദിക്റിലേക്കും തസ്ബീഹിലേക്കും അതുപോലെ ദുആയിലേക്കും കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്, റജബിന്റെ 1-ാമത്തെ ദിവസം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു പുണ്യമായ ദുആയുണ്ട് അല്ലെ, ബറക്കത്തിനെ ചോദിച്ചുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബറക്കത്തിനെ ചോദിച്ചിരുന്നു. നമുക്കും ചോദിക്കാം ആ ബറക്കത്തിനെ. അല്ലാഹു നമുക്ക് എല്ലാ സമയത്തും, അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബറക്കത്ത് നിലനിർത്തി തരട്ടെ, ഐശ്വര്യം തരട്ടെ. ആമീൻ. അതിന് നമ്മൾ ദുആ ചെയ്യണം, നല്ല രൂപത്തിൽ ദുആ രക്കണം. ആ മുത്ത് റസൂൽ പറഞ്ഞ ആ ദുആ, അള്ളാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആയാണ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. ഈ മിഅ്റാജ് രാവിന്റെ പുണ്യമായ ഈ സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പുണ്യമായ ദുആ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും പറഞ്ഞോ, اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك لنا في رجب
وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا റമളാൻ. റജബ് മാസത്തിന്റെ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും സ്പെഷ്യലായി ചില ദുആകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ പറയൽ നല്ലതാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റജബ് മാസത്തിന്റെ മൂന്നാമത്തെ പത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ മൂന്നാമത്തെ പത്തിൽ എല്ലാ ദിവസവും ചൊല്ലണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു തസ്ബീഹ് ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ പറച്ചിൽ, അല്ലാഹു തആല ഇത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ദുആ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് പറയുമ്പോൾ നല്ല നല്ല നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അതെല്ലാം നമുക്ക് നിർവഹിച്ചു തരും, നിറവേറ്റി തരും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. സുബ്ഹാനല്ലാഹിർ റഊഫ്, 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 സുബ്ഹാനല്ലാഹിർ റഊഫ്,
സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. പരിപാവനമായ പരിശുദ്ധമായ റജബ് 27-ന്റെ മിഅ്റാജിന്റെ സുന്ദരമായ ഈ രാപ്പകലുകളിൽ ഒരു 70 വട്ടം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആയുണ്ട്. ഇത് റജബ് മാസത്തിൻ്റെ ഈ സമയത്ത് മാത്രമല്ല, റജബ് 1 to 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഈ മിഅ്റാജിന്റെ രാവിലും നാളത്തെ പകലിലുമൊക്കെയായി നമുക്ക് ഇത് ഒരു 70 വട്ടം പറഞ്ഞാൽ ഒരുപാട് പുണ്യമാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ 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 അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ്
വതുബ് അലയ്യ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയ സമയത്ത് ഓരോ ആകാശം, ഒന്നാം ആകാശം, രണ്ടാം ആകാശം, മൂന്നാം, അങ്ങനെ ഓരോ ആകാശത്ത് വെച്ചും ഓരോരോ പ്രവാചകന്മാരെ കണ്ടു എന്നാണ്. അങ്ങനെ ഏഴാം ആകാശത്ത് വെച്ച് കണ്ട പ്രവാചകരാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബിയായിട്ടൊരു കുശലാന്വേഷണമൊക്കെ നടത്തുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നബിയെ ഒരു 4 വാക്കുകൾ, 4 കെലിമത്തുകൾ താങ്കളുടെ ഉമ്മത്തീങ്ങളോട് അധികരിപ്പിക്കാൻ പറയണം. അങ്ങനെ അധികരിപ്പിച്ചാൽ സ്വർഗത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഏതാണ് ആ 4 കെലിമത്തുകൾ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 കെലിമത്തുകളാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റും കൂടി ചേർത്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു തസ്ബീഹാത്തുകൾ, ഈ ഒരു കെലിമത്തുകളെ നമുക്ക് ഒന്നിച്ച് പറയാം. ഒരുപാട് നേട്ടമാണ് ഇത് പറഞ്ഞാൽ കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതാ പറയാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു ദിക്ർ പറയുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി നമുക്ക് പറയാനുള്ളത് പുണ്യമായ ഈ മിഅ്റാജിന്റെ രാവിലും പിന്നെ നാളത്തെ പകലിലും ഒക്കെയായി എന്ന് മാത്രമല്ല ഏത് സമയത്തും നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. ആ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു വട്ടം പറയാം. ഇസ്തിഗ്ഫാർ ഏത് രൂപത്തിൽ പറഞ്ഞാലും പുണ്യമാണ്. അത് ദുആഇന്റെ രൂപത്തിലുണ്ട്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതൊരു ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്, അതൊരു ഖുർആൻ ആയത്താണ്, അതൊരു ദുആയാണ്. ഏത് ഗണത്തിലും അത് പെടുത്താം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതും ഒരു ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ്. ഇന്ന്
ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാർ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇസ്തിഗ്ഫാറിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു കൂടി ചേർത്ത്, ഗഫാർ എന്ന ഇസ്മു കൂടി നമ്മൾ ചേർത്തിട്ട് നമ്മൾ പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടമാണ് ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്നത്. നമുക്കൊന്നിച്ച് പറഞ്ഞാലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ? നമുക്കൊന്ന് നരകമോചനം ചോദിച്ചാലോ പടച്ചവനോട്? എല്ലാവരും പറഞ്ഞോ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനീ മിനന്നാർ,
اللهم أجرني من النار 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 ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് നിങ്ങൾ ഭംഗിയാക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. എല്ലാത്തിനും പറ്റുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഇന്ന് പലർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓൾഡ് ദിക്റായി മാറി. പഴയ ആളുകൾ പറയുന്നതാണ്, അതൊന്നും എന്താ ഇപ്പം പറയണോ, വെറൈറ്റി ദിക്റുകളല്ലേ വേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ദിക്റുകളുടെ രാജാവ്, നേതാവ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടി ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്‌ലിസിൽ അത് ഒരുപാട് വട്ടം പറയാം. അല്ലാഹു തആല ഈ മരിക്കുന്ന സമയത്ത് ഈ ഒരു പുണ്യമായ കലിമ പറഞ്ഞു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. അതൊരു ആയത്താണ്, പക്ഷെ അത് നമുക്കൊരു ദിക്റാണെന്ന നിലയിലും ഓതാൻ പറ്റുന്ന ഒരു ആയത്താണത്.
എന്തെല്ലാം ആപത്തുകൾ, മുസീബത്തുകൾ, നമ്മെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ പ്രത്യേകിച്ച് മഹത്തുക്കൾ പറയുന്നു. ആ ഒരു ആയത്തിന്റെ, ആ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് കാണാം, പകർച്ചവ്യാധികൾ, വബാ, ത്വാഊൻ, അതായത് പകർച്ചവ്യാധികൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പുണ്യമായ ഒരു ആയത്താണത്. അതൊരു ദിക്റാണെന്ന നിലയിലും നമുക്ക് ഓതാം. അതുപോലെ തന്നെ കണ്ണേറ്, സിഹർ, കരിനാക്ക്, അതുപോലെ തന്നെ അസൂയ വെക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മനുഷ്യപരമായ ഷർറുകൾ, അതിനെ തൊട്ടെല്ലാം കാവൽ കിട്ടുന്ന പുണ്യമായ വചനമാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് വട്ടം, കൃത്യമായ എണ്ണൊന്നും നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞോ ഒരുപാട് വട്ടം പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഒരുപാട് നേട്ടമാണ്. നമുക്ക് കുറച്ചു നേരം അതൊന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരുപാട് വൈറസുകളുണ്ട്. ആ വൈറസുകളിൽ നിന്നെല്ലാം ഇപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ്, അതുപോലെ മുണ്ടുനീര് എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. മുണ്ടുനീര്, ഇങ്ങനെ ഈ കവിളിൻ്റെ ഭാഗം ഇങ്ങനെ വീർത്ത് വരുന്ന, സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു പ്രയാസം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിതിങ്ങനെ പറയാം. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇനി നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ, അല്ലേ? മിഅ്റാജ് രാവെന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാവാണല്ലോ. നബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു യാത്രയാണല്ലോ ഇസ്രാ മിഅ്റാജ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിക്കും. സ്വലാത്ത് നമ്മൾ എത്രമാത്രം ചൊല്ലുന്നു അത്രമാത്രം നബിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകും, നമുക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ടാകും. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബിനെ സന്തോഷിപ്പിച്ച കൂലി നമുക്ക് കിട്ടും. അള്ളാഹു ഈ രാത്രിയിലാണ് നബിയെ സന്തോഷിപ്പിച്ചത്. നമുക്കും ഇൻഷാ അള്ളാഹ് സ്വലാത്ത് പറഞ്ഞ് നബിയെ സന്തോഷിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊരു സ്വലാത്ത് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. اللهم صل على محمد والآل والصحاب سلم. 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 اللهم صل على محمد
والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم اللهم صل على محمد والآل والصحاب سلم الحمد لله നമ്മളെല്ലാവരും പരിശുദ്ധമായ പരിപാവനമായ ഈ മിഅ്റാജിന്റെ രാവിൽ ചൊല്ലിയ ഈ ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹുകൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വീഡിയോകൾക്ക് താഴെ, ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് ആളുകളാണ് ഓരോ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ ദുആരക്കണേ. അത് കാണുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും. അപ്പോൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എഴുതിയവർ അവർ മാത്രമാണ്. ബാക്കി കാണുന്നവരൊക്കെ ദുആ ചെയ്യാൻ അവരുടെ മനസ്സുകൊണ്ട് പറയുന്നവരാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ദുആ സ്വീകരിക്കാൻ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനൊക്കെ ഒന്ന് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ, നമ്മൾ ചൊല്ലിയതിനെ, നമ്മൾ പറഞ്ഞതിനെ എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. أرحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ, പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവിലാണ് ഞങ്ങളുള്ളത്. മിഅ്റാജിന്റെ രാപ്പകലുകളിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധരാണ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ
കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ കാണാൻ ഞങ്ങളുടെ മുത്ത് റസൂൽ വന്ന ഒരു പുണ്യമായ രാവിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. ആ മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ, ആ റസൂലിനോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ പരിപാവനമായ ഈ മിഅ്റാജിന്റെ രാവിൽ, ഈ 27-ാം രാവിൽ, മിഅ്റാജിന്റെ രാവിൽ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, സ്വലവാത്തുകളുണ്ട്, അദ്കാറുകളുണ്ട്, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളുണ്ട്. എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മിഅ്റാജിന്റെ രാവിലും പകലിലുമായി അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്. എല്ലാം അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് ഖബൂൽ ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ ഈ റജബ് മാസം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ഉമ്മമാര് നോമ്പുകാരാണ്, ഒരുപാട് ഉപ്പമാര് നോമ്പുകാരാണ്. ഞങ്ങൾ ഒരുപാട് ദിക്റുകളും തസ്ബീഹുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അതിനൊക്കെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, മഹത്വങ്ങളുണ്ടോ, അത് മുഴുവനും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹുവേ. ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഞങ്ങൾക്ക് വീഡിയോകൾക്ക് താഴെ ഉസ്താദെ മിഅ്റാജ് രാവിന്റെ ആ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്ന് ഒരുപാട് സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ദുആ വസിയത്ത് പറയാനാവാതെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. മുത്ത് ഹബീബിനെ സ്നേഹിക്കുവാനും ആ മുത്ത് റസൂലിന് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറയുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ രാത്രിയിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തെ കണ്ടത്. ആ സ്വർഗത്തെ ഞങ്ങളെ ചോദിക്കുകയാണ്, സ്വർഗം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹുവേ. ഈ രാത്രിയിലാണല്ലോ നിന്റെ ഹബീബ് നരകത്തെ കണ്ടത് റഹ്മാനെ. ആ നരകത്തിൽ നിന്നും ഞങ്ങൾക്കും നീ മോചനം തരണേ അല്ലാഹുവേ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാര് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പടച്ചവനെ, നാളെ പരിശുദ്ധമായ മിഅ്റാജ് ദിനമാണ്. ഞങ്ങൾ എല്ലാവരും നോമ്പ് പിടിക്കാൻ സന്നദ്ധരായിരിക്കുകയാണ്. ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ നാളത്തെ നോമ്പിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആഇന്റെ ദിക്റിന്റെ മജ്ലിസിന്റെ താഴെ എണ്ണിയാലൊടുങ്ങാത്ത കമന്റുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. റബ്ബേ, നിനക്കറിയാം അതെല്ലാം എന്താണെന്ന്, ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ മുറാദുണ്ടെന്ന് നിനക്കറിയാം. അതൊക്കെ ഓരോന്നും വായിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞാലും ഈ മജ്ലിസ് തീരില്ല റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ എഴുതുന്നുണ്ടോ അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിലുള്ള നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എന്തെല്ലാം രോഗങ്ങളാണ് ലോകത്തുള്ളത് അല്ലാഹുവേ. പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മിഅ്റാജ് രാവിന്റെ ഈ പുണ്യമായ ഈ സമയത്ത് ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുറാദിന്റെ ബറക്കത്ത് കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കി തരണേ അല്ലാ. ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. ഭാവിയിൽ എന്തെങ്കിലും രോഗം വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല, നിനക്കറിയാം. എന്തെങ്കിലും രോഗം നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുണ്യമായ സമയത്തിന്റെ, പുണ്യമായ മാസത്തിന്റെ, പുണ്യമായ ഈ ദിക്റുറാദുകളുടെ, പുണ്യമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളുടെ ആ അവസ്ഥ നീ മാറ്റിത്തരണേ അല്ലാഹുവേ. രോഗത്തിന്റെ എന്തെങ്കിലും അണുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ നീ നശിപ്പിച്ച് കളയണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ അവരുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. പലരുടെയും പരീക്ഷകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹാത്ത്
സാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ, എക്സാമുകൾ എല്ലാത്തിലും നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എല്ലാം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പഠിക്കുന്നതൊക്കെ ഓർമ്മശക്തിയിൽ വെക്കാനും അതനുസരിച്ച് പരീക്ഷ എഴുതാനും തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്റർവ്യൂവിന് പോകുന്ന, അതുപോലെ വിദേശത്ത് പോകുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറഞ്ഞ് പലരും ദുആ വസിയത്ത് പറഞ്ഞവരാണ്. റബ്ബേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ലോകത്തിലെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ആ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റായി എഴുതാറുണ്ട്. പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട സമയത്ത് നീ നിർവഹിച്ചു തരണേ അല്ലാ. എല്ലാവിധ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ ആക്സിഡന്റിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള വിധി തരണേ അല്ലാ. മദീനയിൽ ചെന്ന് സലാം പറയാനുള്ള വിധി തരണേ അല്ലാ. പുണ്യമായി റജബ് മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ശഅബാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. റമളാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തം തരണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മതയും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ മരണപ്പെട്ട 6 അടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളൊക്കെ കൂട്ടാക്കി തരണേ അല്ലാ. മഹ്ശറിൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ദിക്ർ ഉണ്ടാകും, മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിന്റെ, സലാമത്തിന്റെ, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.